ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LGS സ്റ്റേജ് 3 ആൻസറാണ് നമ്മളിന്ന് നോക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ആൻസർ ഓപ്ഷൻ സി ആണ്. മൗലികാവകാശങ്ങൾ ഭാഗം 3 ഉൾപ്പെട്ടിരിക്കുന്നു. 2. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 21 എന്തിനുള്ള അവകാശമാണ്? ആൻസർ ഓപ്ഷൻ ഡി, വിദ്യാഭ്യാസം. 3. മലബാറിലെ കർഷക കലാപങ്ങളെപ്പറ്റി പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷൻ. ആൻസർ ഓപ്ഷൻ എ, വില്യം ലോഗൻ കമ്മീഷനാണ്. 4. കുറിച്യ കലാപത്തിൻ്റെ നേതാവ്. ആൻസർ ഓപ്ഷൻ സി, രാമനമ്പി. വിദ്യാധിരാജ, സർവ്വവിദ്യാധിരാജ ചട്ടമ്പി സ്വാമികൾ. സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്നത് മിതവാദി. കല്ലുമാല പ്രക്ഷോഭത്തിൻ്റെ നേതാവ് അയ്യങ്കാളി. G20 കൂട്ടായ്മയിൽ ഉൾപ്പെടാത്ത രാജ്യം സിംഗപ്പൂർ. ഇസ്രയേലിൽ നിന്നും പലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ അജയ് ആണ്. ആൻസർ ഓപ്ഷൻ എ ആണ്. 10. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ഓപ്ഷൻ എ, ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. 11. ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്. ദാദാഭായ് നവറോജി. 12. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ഡൽഹൌസി. 12. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? 12 അല്ല 13. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1857 വിപ്ലവത്തിന് ലക്നൌവിൽ നേതാവായിരുന്നത് ഹസ്രത്ത് മഹലാണ്. 14. ഇന്ത്യയുടെ പതാകയായി ത്രിവർണ്ണ പതാക അംഗീകരിച്ചത് ഏത് സമ്മേളനം? ആൻസർ ഓപ്ഷൻ എ ആണ്. ഡിയും ആൻസർ കൊടുക്കാറുണ്ട്. അപ്പോൾ ആൻസർക്ക് വരുമ്പോൾ നോക്കാം. അപ്പോൾ ഇവിടെ ആൻസർ കറാച്ചിയാണ് കൊടുത്തിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ, ജവഹർലാൽ നെഹ്റു. 16. തിരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രത്തലവനുള്ള രാജ്യം ഏത് പേരിൽ അറിയപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ ബി, റിപ്പബ്ലിക്. ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെക്കുറിച്ച് പറയുന്നത് നിർദ്ദേശക തത്വങ്ങളാണ്. പക്രാനങ്കൽ അണക്കെട്ടിൻ്റെ പ്രാധാന്യം ഏതെല്ലാമാണ്? 18. ഓപ്ഷൻ ഡി ആണ്. 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. സത്ലജ് നദിയിൽ സ്ഥിതി ചെയ്യുന്നു. വിദോദശ്യ പദ്ധതിയാണ്. ഇത് രണ്ടുമാണ് ആൻസർ. 19. ഹരിത കേരള മിഷനും മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയും സംയുക്തമായി തുടങ്ങിയ പച്ചത്തുരുത്ത് പദ്ധതി ഏത് ജില്ലയിലാണ്? ആൻസർ ഓപ്ഷൻ ബി, തിരുവനന്തപുരം. താഴെ പറയുന്നവയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന ദേശീയ പുരസ്കാരം. ആൻസർ ഓപ്ഷൻ സി, ജീവൻ രക്ഷാ പതക്. പട്ടിണി ഇല്ലാതാക്കൽ, സാമൂഹ്യനീതി, തുല്യതയിലധിഷ്ഠിതമായ വളർച്ച ഏത് പദ്ധതിയിലാണെന്നാണ്? 9ാം പദ്ധതിയാണ്. ഏത് ഇന്ത്യൻ സംസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ തർക്കം നിലനിൽക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി, അരുണാചൽ പ്രദേശ്. 23. സ്വതന്ത്ര ഇന്ത്യ നേരിട്ട വെല്ലുവിളികളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണം. ശരിയല്ലാത്തതാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ് ശരിയല്ലാത്തത്? 23. ഓപ്ഷൻ ബി ആണ്. 2 മാത്രമാണ് ശരിയല്ലാത്തത്. അതായത് MN കുൻസ്രു ആയിരുന്നു അതിൻ്റെ അധ്യക്ഷൻ. 24. മുംബൈ, കൊച്ചി, മധുര, ചെന്നൈ, കണ്ട്ല, മംഗലാപുരം ഈ കൂട്ടത്തിൽ പെടാത്ത പട്ടണം ഏത്? 24. ഓപ്ഷൻ ബി ആണ്, മധുരയാണ്. 25. 1859 കേരളത്തിൽ എവിടെയാണ് ആദ്യത്തെ കയർ ഫാക്ടറി? ആൻസർ ഓപ്ഷൻ സി, ആലപ്പുഴ. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് പരാമർശിക്കുന്ന ആദ്യകാല ഗ്രന്ഥം ഏതാണ്? 26. ഓപ്ഷൻ എ ആണ്, 1.25 കോടി മലയാളികൾ.
27. താഴെ പറയുന്നവയിൽ ആനമുടിയെക്കുറിച്ചുള്ള തെറ്റായ പരാമർശം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ് തെറ്റായത്. 28. കേരളത്തിൻ്റെ കായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ്? 28. ഓപ്ഷൻ എ കോതമംഗലം. 29. G20 ഉച്ചകോടിക്ക് വേദിയായ രാജ്യം 2025 വേദിയാകുന്ന രാജ്യമാണ്. 29. ഓപ്ഷൻ ഡി ആണ്, ദക്ഷിണാഫ്രിക്കയാണ്. 30. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി ഓപ്ഷൻ എ ആണ്, വി അബ്ദുറഹ്മാനാണ്. 30 കഴിഞ്ഞ 31ാമത്തെ ക്വസ്റ്റ്യൻ. ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിച്ച സ്വകാര്യ ബാങ്ക് HDFC. 2024 മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ നടൻ ഓപ്ഷൻ ബി പൃഥ്വിരാജ്. നിസാം സാഗർ നദീതട പദ്ധതി ഏത് നദിയിലാണ്? ആൻസർ ഓപ്ഷൻ ഡി ഗോദാവരി. ഇന്ത്യയിലെ ഏറ്റവും തെക്കേറ്റത്തെ മേജർ തുറമുഖം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി തൂത്തുക്കുടി. ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്നും പേര് ലഭിച്ച പീഠഭൂമി ഏത്? ദക്ഷിൺ. 35. ഓപ്ഷൻ ബി ആണ് ഡെക്കാൻ. 36. ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ഓപ്ഷൻ എ ആണ് ബാരാലാച്ചല ചുരം. 37. ഏത് രേഖാംശത്തിലെ സമയമാണ് ഇന്ത്യയുടെ പൊതുവായ സമയമായി അംഗീകരിച്ചിട്ടുള്ളത്? 37. ഓപ്ഷൻ എ ആണ്, 82.5 ഡിഗ്രി പൂർവ്വ രേഖാംശം. 38. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി എന്നിവയിൽ നിന്നുള്ള ഏതെല്ലാം നിർദ്ദേശങ്ങളാണ് ഇന്ത്യയുടെ 73-74 ഭരണഘടനാ ഭേദഗതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 38. ഓപ്ഷൻ ബി ആണ്, 1ഉം 2ഉം മാത്രം. 39. പ്രാചീന ശിലായുഗത്തിനെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്ന കേരളത്തിലെ പ്രദേശം? 39. ഓപ്ഷൻ ബി ആണ്, എടയ്ക്കൽ ഗുഹയാണ്. 40. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. 41. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട സ്ഥിതി ചെയ്യുന്നത്? 41. ഓപ്ഷൻ എ ആണ്, പള്ളിക്കര. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട സ്ഥിതി ചെയ്യുന്നത് പള്ളിക്കരയിൽ. ഏത് വില്ലേജിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? പള്ളിക്കരയാണ്. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രധാന പ്രക്ഷോഭം? 42. ഓപ്ഷൻ ഡി വൈക്കം സത്യാഗ്രഹം. താഴെ പറയുന്നതിൽ ഏത് വിളയുടെ ഉൽപ്പാദനത്തിലാണ് സംസ്ഥാനാടിസ്ഥാനത്തിൽ കേരളത്തിന് 2ാം സ്ഥാനമുള്ളത്? 43. ഓപ്ഷൻ എ കാപ്പി. 2ാം പിണറായി സർക്കാരിൻ്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി OR കേളു. അദ്ദേഹം ഏത് മണ്ഡലത്തിൽ നിന്നുള്ള MLA ആണ്? 44. ഓപ്ഷൻ സി ആണ്, മാനന്തവാടി. 45. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായ ഉണ്ണി അമ്മയമ്പലത്തിൻ്റെ കൃതി? 45. ഓപ്ഷൻ എ ആണ്, അൽഗോരിതങ്ങളുടെ നാട്. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ അർജന്റീന. മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് വിജയകരമായി സ്ഥാപിച്ച എലോൺ മസ്കിൻ്റെ കമ്പനി? ഓപ്ഷൻ എ ന്യൂറാലിങ്ക്. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ഭാഗ്യചിഹ്നമായ കളിവള്ളം തുഴയുന്ന നീലപ്പൊന്മാന് നൽകിയ പേര്? 48. ഓപ്ഷൻ സി ആണ്, നീലു. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് വേണ്ടി നീരജ് ചോപ്ര ജാവലിനിൽ 89.45 മീറ്റർ എറിഞ്ഞ് വെള്ളി മെഡൽ സ്വന്തമാക്കി. സ്വർണ്ണ മെഡൽ നേടിയത് പ്രതിസന്ധികളെ അതിജീവിച്ച ഒളിമ്പിക്സ് എത്തിയ ഒരു പാകിസ്ഥാൻ താരമാണ്. ആരാണ്? 49. ഓപ്ഷൻ സി അർഷാദ് നദീം. 50. ലോക നാട്ടറിവ് ദിനം? ഓപ്ഷൻ എ ആഗസ്റ്റ് 22.
ലോകാരോഗ്യ സംഘടന അനുമതി നൽകിയ ടാക് 003 വാക്സിൻ ഏത് വൈറസിനെതിരെ ഉള്ളതാണ്? 51 ഓപ്ഷൻ സി ഡെങ്കി വൈറസ്. 52 2024 മികച്ച സിനിമയ്ക്കുള്ള 96ാം ഓസ്കർ അവാർഡ് ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺഹൈമറിനാണ്. മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം നേടിയത് ഓപ്ഷൻ ബി ആണ് കിലിയൻ മർഫി. സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം? 53 ഓപ്ഷൻ ബി 84. 54 2024 ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടന്ന സംസ്ഥാനം? ഓപ്ഷൻ സി ആണ് ഗോവയിലാണ്. 55 ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യം? ഓപ്ഷൻ ഡി സ്വീഡൻ. ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ആഹാരം ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകൾ തിരഞ്ഞെടുക്കുക. 56 ഓപ്ഷൻ സി ആണ് 2ഉം 4ഉം ആണ്. അതായത് ചർവർണകം, അഗ്രചർവർണകം. 57 സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിൻ ഏത്? 57 ഓപ്ഷൻ ഡി ആണ് വിറ്റാമിൻ ഡി ആണ്. ഏത് വിളയുടെ സങ്കരയിനമാണ് സൽകീർത്തി? വെണ്ടയാണ് ആൻസർ. 59 വനാവകാശ നിയമം നിലവിൽ വന്ന വർഷം? ആൻസർ ഓപ്ഷൻ ബി 2006. വിനാഗിരി ബേക്കിംഗ് സോഡയുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകത്തിൻ്റെ സവിശേഷത ആയി വരാവുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? 60 ഓപ്ഷൻ സി ആണ്. ഇത് തീ കെടുത്തുന്ന വാതകമാണ്. 61 സ്ത്രീ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാനുള്ള കോൾ സെൻ്ററിൻ്റെ പേര്? 61 ഓപ്ഷൻ എ ആണ് സഹജയാണ്. കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച AI ചിപ്പിൻ്റെ പേര്? ഓപ്ഷൻ സി കൈരളി. വൈദ്യുത സർക്യൂട്ടുകളെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് ഏത്? 63 ഓപ്ഷൻ എ ആണ്. 1, 2, 3 ആണ് ശരിയായിട്ടുള്ളത്. 64 തുല്യ വലിപ്പമുള്ള 2 സമതല ദർപ്പണങ്ങളിൽ വെച്ചിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രതിബിംബങ്ങളുടെ എണ്ണം 3 ആകണമെങ്കിൽ ദർപ്പണങ്ങൾ തമ്മിലുള്ള കോണളവ് എത്ര ഡിഗ്രി ആയിരിക്കണം? 64 ഓപ്ഷൻ ബി 90. 65 കാന്തങ്ങളെപ്പറ്റിയുള്ള ചില വിവരങ്ങൾ നൽകിയിരിക്കുന്നു. ശരിയായവ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ഡി 2ഉം 3ഉം എന്നിവ മാത്രമാണ് ശരിയായിട്ടുള്ളത്. 66 ധാതുക്കൾ, അയിരുകൾ എന്നിവയെ സംബന്ധിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? 66 ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. അതായത് അയിരുകളിൽ അതത് ലോഹം ഉയർന്ന സാന്ദ്രതയിൽ അടങ്ങിയിരിക്കുന്നു. അതാണ് ശരിയായിട്ടുള്ളത്. നവജാത ശിശുക്കളിലെ ജനന വൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനായി കേരള ഗവൺമെൻറ് രൂപം കൊടുത്ത പദ്ധതി? 67 ഓപ്ഷൻ ബി ശലഭം. 68 ജലസ്രോതസ്സുകൾ അണുവിമുക്തമാക്കുന്നതിനുള്ള വില കുറഞ്ഞതും ഫലപ്രദവുമായ മാർഗം? ഓപ്ഷൻ ബി ബ്ലീച്ചിങ് പൗഡറാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ഡി പൂനെ. 70 താഴെ പറയുന്നതിൽ ആരാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി? ആൻസർ ഓപ്ഷൻ സി JP നഡ്ഡ. ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായി കേരള ഗവൺമെൻറ് രൂപീകരിച്ച നൂതന പദ്ധതി? 71 ഓപ്ഷൻ എ അമൃതം ആരോഗ്യം. താഴെ പറയുന്നവയിൽ ഏത് മാർഗേണയാണ് ഹെപ്പറ്റൈറ്റിസ് എ പകരുന്നത്? ആൻസർ ഓപ്ഷൻ ഡി മലിനമായ ഭക്ഷണപാനീയങ്ങളിൽ കൂടി.
73 ബ്രിട്ടനിൽ കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പ് നൽകിയിരിക്കുന്ന പേരെന്ത്? 73 ഓപ്ഷൻ ബി MAL. താഴെ പറയുന്നവയിൽ ജന്തുജന്യ രോഗങ്ങൾ എന്ന വിഭാഗത്തിൽപ്പെടുന്ന രോഗങ്ങൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ എ ആണ്, 1, 3 ആണ്. നിപ്പയും എംപോക്സുമാണ്. ലോകവ്യാപകമായി പടർന്നു പിടിച്ച COVID-19 ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം? ഓപ്ഷൻ സി വുഹാൻ. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തതേത്? ഓപ്ഷൻ ഡി ടൈഫോയിഡ്. സ്തനാർബുദം കണ്ടുപിടിക്കുന്നതിന് സഹായിക്കുന്ന ഏറ്റവും ഫലപ്രദമായ ടെസ്റ്റ്? ആൻസർ ഓപ്ഷൻ സി മാമോഗ്രാം. HIV ബാധിതരുടെ ടെസ്റ്റിങ്ങും കൗൺസിലിങ്ങിനുമായി കേരള ഗവൺമെൻറ് ആവിഷ്കരിച്ച സംവിധാനം? ആൻസർ ഓപ്ഷൻ എ ജ്യോതിസ്. 2024 സെപ്റ്റംബറിൽ എംപോക്സ് സ്ഥിരീകരിച്ച കേരളത്തിലെ ജില്ല? ഓപ്ഷൻ സി ആണ്, മലപ്പുറം. ജലജന്യ രോഗമായ കോളറ പരത്തുന്ന രോഗാണു? വിബ്രിയോ. മാത്സ് 81 ഓപ്ഷൻ ബി. 82 ഓപ്ഷൻ ഡി. 83 ഓപ്ഷൻ സി. 84 ഓപ്ഷൻ ബി. 85 ഡി. 86 സി. 87 ഡി. 88 സി. 89 ബി. 90 ഡി. 91 സി. 92 ഡി. 93 എ. 94 ബി. 95 ക്യാൻസലാണ്. 96 സി. 97 എ. 98 ബി. 99 ബി. 100 ബി. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ആൻസർ കീ ആയിട്ട് വന്നിട്ടുള്ളത്. പ്രൊവിഷണൽ ആൻസർ കീ വന്നിട്ട് കൃത്യമായിട്ടുള്ള ആൻസർ കൂടെ നോക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.